സ്വാഗതം. ഇന്നത്തെ യൂണിവേഴ്സൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. എൻ്റെ എനർജിയുമായി കണക്ട് ചെയ്ത് വരുന്നു. താങ്ക് യു നായ്ക്കേന്ദ്രജിത്ത്, താങ്ക് യു മഹാൻ ആദിപരാശക്തി. എന്ത് എനർജിയാണ് ഇന്ന് മെസ്സേജായിട്ട് യൂണിവേഴ്സ് നൽകാൻ പോകുന്നത്? ഗോഡ് അഗേൺസ്റ്റ് ഡിസൈറ്റ് ആൻഡ് കൺസീൽമെൻറ്റ്. അതെ, നിങ്ങൾ ഒരു വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെട്ടു വരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. എന്തായാലും അത് നിങ്ങൾ കണ്ടെത്തി, എന്താണോ വഞ്ചനയെന്ന് നിങ്ങൾ കണ്ടെത്തി, നിങ്ങൾ ശക്തമായിട്ട് അതിന് എതിരായിട്ട് പോരാടി മുന്നോട്ട് വരികയാണ്. ലൈഫ് ഈസ് ഹാർഡ് റൈറ്റ് നൗ, ലുക്ക് അറൗണ്ട്, ഹെൽപ്പ് ഈസ് അറ്റ് ഹാൻഡ്. അതെ, ജീവിതത്തിൽ നമ്മൾ പല ചുറ്റുപാട് നോക്കുമ്പോൾ പല കാഴ്ചകളും നമ്മൾ കാണുന്നുണ്ട്. ചില ദാരിദ്ര്യങ്ങൾ, ചിലർക്ക് സാമ്പത്തികമായിട്ട് നഷ്ടപ്പെട്ട പെട്ടെന്ന് ചില നമ്മുടെ സമ്പാദിച്ചതെല്ലാം ഒറ്റയടിക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരാം. അതുപോലെ തന്നെ ചില അത്യാവശ്യങ്ങളൊക്കെ ചിലർക്ക് വരാം. ഇതിനെയൊക്കെ ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ചില ചലനം, ചില സംഘർഷം, അതുപോലെ തന്നെ നിരാശയൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ ചിലരൊക്കെ സഹായിക്കുകയാണെങ്കിൽ അതൊക്കെ മാറാവുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അത്തരക്കാരെ നമ്മളെ മുന്നിൽ കിട്ടാൽ അത് നമ്മൾ സഹായിക്കുക. ദർ ഈസ് ഓൾവേസ് അനദർ വേ ടു ഡു സംതിങ്. നിങ്ങൾ കുറേ കാലം കുറേ ഭാരം ചുമന്നുകൊണ്ട് പോവുകയാണ്. ശരിക്കും കഠിനാധ്വാനം നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഒരു വേദനയൊക്കെ നിങ്ങളിലേക്ക് വന്നു, കുറേ ബ്ലോക്കേജ് നിങ്ങളിലേക്ക് ഇരുന്നു. അതെല്ലാം മാറി പുതിയ ഒരു റീബർത്തിലേക്ക്, അതായത് കംപ്ലീറ്റ്നെസ് അതിലേക്ക് നിങ്ങൾ വരാൻ പോവുകയാണ്. നിങ്ങൾ അവസാനം വിജയത്തിലേക്ക് എത്തിക്കുന്ന ഒരു യാത്രയിലാണ് ഇപ്പോൾ നിങ്ങൾ. ഒരു മടങ്ങി വരവ്, ഒരു തിരിച്ചു വരവ് നിങ്ങളിലേക്ക്. ഇറ്റ് സീംസ് ലൈക്ക് യു ആർ ബ്ലോക്ക്ഡ്. അതെ, നിങ്ങളെ കണ്ണുകെട്ടി ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ബട്ട് യു ക്യാൻ സ്റ്റിൽ ടേക്ക് എ സ്റ്റെപ്പ്. നിങ്ങൾ അതിൽ നിന്ന് ഒരു പടി മുന്നോട്ട് കുതിച്ച് കഴിഞ്ഞു. അതെല്ലാം മാറ്റിയിട്ട് യുവർ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ എക്സ്പ്രസ് വാട്ട്സ് ബെസ്റ്റ് ഫോർ ആൾ. നിങ്ങൾ വ്യക്തതയോടുകൂടി സംസാരിക്കുമ്പോൾ നിങ്ങളിലുണ്ടാകുന്ന ആ നല്ല പെട്ടെന്നുള്ള ഒരു തീരുമാനം, ഒരു ഇൻ്റലിജൻസ്, ഗ്രേസ്ഫുള്ള് ഒക്കെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. സ്റ്റെബിലിറ്റി, ഫൗണ്ടേഷനൊക്കെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. ഓപ്പൺ യുവർ ഹാർട്ട് ആൻഡ് റിസീവ് ലവ് ഫ്രം അതേഴ്സ്. അതെ, നിങ്ങൾ ഹൃദയം തുറന്നിരിക്കുക. മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. ഒരു അട്രാക്ഷൻ, ഒരു പാർട്ട്ണർഷിപ്പ്, ഹാർമണി, ഇക്വാലിറ്റി ഒക്കെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. ഐ ആം സോറി, പ്ലീസ് ഫർഗിവ് മീ, ഐ താങ്ക് യു ആൾ, ഐ ലവ് യു ആൾ.